നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിസ് ആണ് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ മന്ത്ലി ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് നമ്മൾ നിഫ്റ്റിയുടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഈ ഒരു ലാസ്റ്റ് കാണുന്ന ഈ ഒരു ക്യാൻഡിൽ നമ്മുടെ നിഫ്റ്റിയുടെ സെപ്റ്റംബർ മാസത്തെ മന്ത്ലി ക്യാൻഡിലാണ്. അപ്പോൾ ഇതുവരെ സെപ്റ്റംബർ മാസം അവസാനിച്ചിട്ടില്ല. ഈ ഒരു ക്യാൻഡിലിൽ നമുക്ക് നല്ല രീതിയിൽ മന്ത്ലി സ്റ്റാർട്ടിങ്ങിൽ നല്ലൊരു ബുള്ളിഷ്നെസ് കാണാൻ സാധിച്ചെങ്കിലും മന്ത്ലി ക്ലോസിങ്ങിനോട് ചേർന്ന് നല്ലൊരു സെല്ലിംഗ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ബോഡിനേക്കാളും വലിയൊരു വിക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്ലോസിങ് തന്നിട്ടില്ല. അപ്പോൾ നിലവിലത്തെ സിറ്റുവേഷനിൽ നമുക്ക് മന്ത്ലിയിൽ നല്ലൊരു സെല്ലിംഗ് പ്രഷർ ഈ ഒരു റീജിയണിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ഏകദേശം ഈ ഒരു റീജിയണിലെങ്കിലും 20,000 ചേർന്ന് ഒരു ക്ലോസിങ് തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോങ് വ്യൂവിൽ നമുക്ക് നിഫ്റ്റി ഇനി മുമ്പോട്ട് പോകുമ്പോൾ പോസിറ്റീവ് ആയിട്ട് കണക്കാക്കാൻ സാധിക്കത്തുള്ളൂ. അതല്ല ഒത്തിരി താഴെയാണ് ക്ലോസിങ് തരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിഫ്റ്റി ഒരു സെല്ലിംഗ് ഉണ്ട്, നല്ല സ്ട്രോങ് ആയിട്ടൊരു സെല്ലിംഗ് മുകളിൽ നിന്നുണ്ടെന്ന് തന്നെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വീക്കിലിലോട്ടൊന്ന് പോയി നോക്കാം. വീക്കിലേക്ക് വരുമ്പോഴാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞൊരു വീക്കിലെ ആ ഒരു ക്യാൻഡിൽ വളരെ വലിയൊരു വീക്കിലി ബീറിഷ് ക്യാൻഡിൽ ഫുൾ ബോഡിയോടുകൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു ബീറിഷ്നെസ് ആണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് മുമ്പത്തെ വീക്കിലെ ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ അതിൻ്റെ ലോ കട്ട് ചെയ്ത് അതിന് താഴെ ക്ലോസിങ് വന്നിരിക്കുന്നു. കംപ്ലീറ്റ് ആയിട്ട് ഓവർ ലാപ്പ് ചെയ്തിട്ടാണ് താഴോട്ട് പോന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സെല്ലിംഗ് പ്രഷർ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചാർട്ടിൽ. അതുകൊണ്ട് തന്നെ ഇനി നെക്സ്റ്റ് വീക്കിലും ഒരുപക്ഷെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് മുകളിലേക്കൊന്ന് ചെറിയൊരു പുൾ ബാക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് വീണ്ടും സെല്ലിംഗ് പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. വീണ്ടും താഴോട്ട് പോരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒരുപക്ഷെ സ്ട്രെയിറ്റ് ആയിട്ട് നെക്സ്റ്റ് ഡേയിൽ നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ഒക്കെ ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. അപ്പോൾ താഴോട്ട് വരുമ്പോഴത്തേനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ ഇതാണ്, നല്ലൊരു സപ്പോർട്ട് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു സപ്പോർട്ട്. അപ്പോൾ നമുക്ക് ഡെയിലിയിലോട്ടൊന്ന് പോയി നോക്കാം. ലിസ്റ്റിക് ചാർട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രേഡിംഗ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സെറോദ അല്ലെങ്കിൽ അപ്സ്റ്റോക്സ്, ഏഞ്ചൽ വണ്ണ് ഇവരൊക്കെ ഏറ്റവും നല്ല സ്റ്റോക്ക് ബ്രോക്കേഴ്സാണ്, ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ സർവീസ് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അവരുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കും. അവിടെ പോയി അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ അത് ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരം വിനിയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റീജിയണിൽ നിന്ന് ഇപ്പോൾ ലാസ്റ്റ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് 19,674 എന്ന പോയിന്റിലാണ്. അപ്പോൾ ഇനി നിഫ്റ്റി താഴോട്ട് കുറച്ചും കൂടെ പോരുന്ന സിറ്റുവേഷനിൽ ഫസ്റ്റ് സപ്പോർട്ടായിട്ട് വരുന്ന ഈ ഒരു റീജിയനാണ് 19,500 എന്ന റീജിയനാണ് നമുക്ക് കാണാൻ പറ്റുന്ന സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് റീജിയൻ. നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒക്കെ ഒന്ന് സപ്പോർട്ട് എടുത്ത റീജിയനാണ്, റെസിസ്റ്റൻസ് എടുത്ത റീജിയനാണ്. അപ്പം ആ ഒരു റീജിയനാണ് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള ഒരു റീജിയൻ. അതല്ല 19,500 താഴോട്ട് പോരുകയാണെങ്കിൽ, ഇതിനും താഴോട്ടാണ് പോരുന്നതെങ്കിൽ നമുക്ക് പിന്നെ നെക്സ്റ്റ് ലെവലായിട്ട് ഈ ഒരു റീജിയന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതേതാണ്? അത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ലെവലാണ് 19,250 എന്ന റീജിയൻ. എറൗണ്ട് ആ 19,250 എന്ന റീജിയൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് റീജിയനാണ്. അതിനും താഴെയുള്ള റീജിയനാണ് 18,900 എന്ന റീജിയൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള താഴോട്ടുള്ള ലെവൽസ്. ഇനി മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഒരുപക്ഷെ കുറച്ച് മുകളിലേക്കൊക്കെ ഒന്ന് പോയേക്കാം. അങ്ങനെ ഒരു പുൾ ബാക്കിലേക്കൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു റീജിയനിലൊക്കെ വന്ന് വീണ്ടും പുൾ ബാക്ക് എടുക്കും, 20,000 എന്ന റീജിയൻ. അപ്പോൾ 20,000 മുകളിലേക്കൊക്കെ വീണ്ടും ഒരു പോസിറ്റീവായിട്ട് നല്ലൊരു ക്യാൻഡിൽസൊക്കെ ഫോം ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാർക്കറ്റ് ഇപ്പോഴത്തെ നിലവിലത്തെ സിറ്റുവേഷനിൽ ഒരു പോസിറ്റീവായി എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് മന്ത്ലിയിലും വീക്കിലിയിലും ഒക്കെ ലോങ് ടൈമിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചും കൂടെ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇത് എൻ്റെ അനാലിസിസാണ്. തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ബാക്കിയുള്ളവരിലും കൂടെ ഷെയർ ചെയ്യുക. ഒരുപാട് പുതിയ ഇൻഫർമേഷൻ ഇനിയും ഈ ഒരു ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ നമുക്ക് ഒരുപാട് പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പം അതുവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.